ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നാളെ വരാനിരിക്കുന്ന നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ. അപ്പോൾ നമ്മുടെ കൃഷ്ണമോള് നമ്മുടെ വൈജയന്തിനെയും പിടിച്ചുകൊണ്ട് താഴെ റൂമിലോട്ട് വരെയാണ്. എൻ്റെ കൃഷ്ണ പറഞ്ഞു, അമ്മ എന്തു പണിയാണ് കാണിച്ചത്. ഒന്നാമത് നമ്മുടെ രോഹിത്തിൻ്റെ മൈൻഡ് അത്ര ഓക്കെ അല്ല, മനസ്സിന് അത്ര സുഖമൊന്നും തോന്നുന്നില്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഒരു സിറ്റുവേഷനിൽ അമ്മ എന്തിനാ രോഹിത്തേട്ടനെ ഇത്രയും ചീത്ത പറഞ്ഞതോ? നീ എന്താ പറയണത്? ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഓരോരുത്തരുടെയും പറച്ചിലും നോട്ടവും ഞാൻ എന്തോരം അനുഭവിച്ചു എന്നറിയോ. നിങ്ങൾ അകത്തിരുന്നതുകൊണ്ട് നിങ്ങളൊന്നും അത്രയ്ക്ക് അറിഞ്ഞില്ല. ഓരോരുത്തർ വന്ന് ഡോറിൽ വന്ന് നിന്നിട്ട് ഇതേ ആ പീഡനക്കാരൻ്റെ ഒരുത്തൻ്റെ അമ്മയായി കിടക്കണത്. അങ്ങനെ എന്തോരം ഞാൻ കേട്ടു എന്നറിയോ. നോക്കുന്ന ഡോക്ടർ, സിസ്റ്റർമാർ, അങ്ങനെ പലരിൽ നിന്നും ഞാൻ അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ടൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് വൈജയന്തി കൃഷ്ണമോളടുത്ത് പറയണേ. പക്ഷേ കൃഷ്ണൻ പറഞ്ഞു, അമ്മേ, ഈ സമയത്ത് നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടല്ല, രോഹിത്തേട്ടനെ നമുക്ക് തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരേണ്ടേ അല്ലേ അമ്മേ. അപ്പോൾ അമ്മ ഇത്രയും ഒച്ചയൊന്നും എടുക്കേണ്ട. അമ്മ ഒച്ച എടുക്കേണ്ട സമയത്ത് അമ്മ ഒച്ച എടുത്തില്ല. അന്ന് അമ്മ എന്താ പറഞ്ഞത്? എൻ്റെ മക്കളൊന്നും വഴിപിടിച്ച് പോവില്ല എന്ന്. ഈ ഇപ്പം കാണിക്കുന്ന ഉപദേശം അന്ന് അമ്മ കാണിച്ചിരുന്നുവെങ്കിൽ രോഹിത്തേട്ടൻ ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്ന് കൃഷ്ണമോള് പറഞ്ഞ്, നീ ഉപദേശിച്ച് തുടങ്ങടി, നീ ആ അലീനയുടെ കൂടെ നിന്ന് ബാലേന്ദ്രൻ്റെ കൂടെ നിന്നും എന്നെ വെറുത്തോന്നേ. എല്ലാവരും എന്നെ വെറുത്തോ. പക്ഷെ നീ ഒരു കാര്യം നീ ഓർത്തോ, ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എന്തായാലും ബബിത വരും. പിന്നെ രോഹിത്ത് ഒന്ന് ഓക്കെ ആവട്ടെ, 2 ദിവസം കഴിയുമ്പോൾ അവനും ഓക്കെ ആയിക്കോളും. അപ്പോഴേക്കും എൻ്റെ 2 മക്കളും വരും. അമ്മ അങ്ങ് ഇരുന്നാൽ മതി. അമ്മ ഒന്ന് വിളിച്ചു നോക്കിയേ, ബബിതേച്ചി വരുമോ അല്ലെങ്കിൽ രോഹിത്തേട്ടൻ വരുമോ എന്നുള്ളത്. അമ്മ ഒറ്റപ്പെടാൻ പോകുന്നേ ഉള്ളൂ. അമ്മയുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് തെറ്റാണെന്ന് അമ്മയ്ക്ക് ഒരു സമയത്ത് തോന്നും. അന്നേരം സ്വന്തം ആങ്ങളമാരും മക്കളും പോലും അമ്മയ്ക്ക് ഉണ്ടാവില്ല. അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അച്ഛൻ അമ്മ ഈ പടി ചവിട്ടാൻ സമ്മതിക്കില്ല എന്ന് കൃഷ്ണമോള് പറഞ്ഞു. നീ ചെറിയ വായിൽ വലിയ സംസാരമൊക്കെ സംസാരിച്ചു തുടങ്ങിയല്ലോടി എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി കൃഷ്ണയുടെ മെക്കിട്ട് കയറുകയാണ് കേട്ടോ. കാര്യം കൃഷ്ണമോള് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിക്കും ഉള്ളതല്ലേ. വൈജയന്തി ഈ സമയത്ത്, അതായത് രോഹിത്തിൻ്റെ അവസ്ഥ, കുടുംബത്തിന് വന്നിരിക്കുന്ന ആ ഒരു മാനക്കേട്, ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കേണ്ട സമയത്ത് വൈജയന്തിയുടേതായിട്ടുള്ള ഒരു വെല്ലുവിളികളോടുകൂടിയ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതൊരിക്കലും ശരിയായ കാര്യമല്ല. അതിനാലും വൈജയന്തിയുടെ ഒപ്പം നിൽക്കത്തുമില്ല. എന്തായാലും വൈജയന്തിയുടെ തീരുമാനത്തോടു കൂടെ തന്നെ മുന്നോട്ട് പോവാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ അലീന നമ്മുടെ രോഹിത്തിന്, കാരണം ആൻറ്റിബയോട്ടിക്കും മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവൻ ഹെൽത്തി ആയിട്ട് ഒട്ടും ഓക്കെ അല്ല, ഒരു ട്രിപ്പ് പോലും ഇട്ടിട്ടില്ല. അപ്പോൾ നല്ല ചൂടൻ കഞ്ഞി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ അലീന ഉണ്ടാക്കി മേളിലോട്ട് കൊണ്ടുപോവുകയാണ്. കുടിക്കോ ഇല്ലയോ എന്നുള്ള ഒരു വിഷമവും സങ്കടത്തോടു കൂടെയാണ് അലീന പോകുന്നത്. എത്ര റിസ്ക് എടുത്തിരുന്നാലും സാരമില്ല, അലീനെ കൊണ്ട് ഞാൻ കുടിപ്പിക്കും എന്നൊരു വാശിയോടെ തന്നെയാണ് അലീന മേളിലോട്ട് ചെല്ലണത്. അലീന ചെന്ന് രോഹിത്തേന്ന് വിളിച്ചു കേട്ടോ. മോനെ എഴുന്നേക്ക്, നമുക്ക് കഞ്ഞി കുടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. രോഹിത്ത് ഒന്ന് ചരിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഒന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു, ഒന്ന് എഴുന്നേക്കട മോനെ, നീ ഒന്നും കഴിച്ചിട്ടില്ല. അതേ ഇനി അടുത്ത ആൻറ്റിബയോട്ടിക് കുടിക്കണമെങ്കിൽ എന്തെങ്കിലും വയറ്റിൽ പോകണം, ഒരു 2-3 സ്പൂണ് കഞ്ഞിയെങ്കിലും മോൻ കുടിക്കണമെന്ന് പറഞ്ഞ് അലീന പറയണം. രോഹിത്തിൻ്റെ ദേഷ്യമാണ്. കാരണം വേറൊന്നുമല്ല, ഇച്ചിരി മുന്നേ വന്ന് വൈജയന്തി ആടിപ്പൊടിച്ചിട്ട് പോയ ആ ഒരു മൈൻഡാണ് രോഹിത്തിൻ്റെ മൈൻഡ് മൊത്തം. ആ ദേഷ്യവും സങ്കടവും. കാരണം വൈജയന്തി പറഞ്ഞു പോയത് കേട്ടിട്ട് രോഹിത് ഒരുപാട് സങ്കടപ്പെടുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് അങ്ങനെ നല്ല രീതിയിൽ അത് ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥ രോഹിത്തിനില്ല ഇപ്പോൾ. അപ്പോൾ ആ രീതിയിൽ വഴക്ക് പറയും പോലെ, ശാസിക്കും പോലെ, അങ്ങനെയൊക്കെയുള്ളൊരു പീഡനം പോലെയുള്ളൊരു അവസ്ഥയാണ് വൈജയന്തിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ അലീന വന്നപ്പോഴും രോഹിത്തിന് ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പോൾ അലീന ഒന്ന് എഴുന്നേക്ക് മോനെന്ന് പറഞ്ഞു. പക്ഷേ രോഹിത്തിന് ആദ്യമൊക്കെ എഴുന്നേറ്റ് നിൽക്കാനെങ്കിലും പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പോയിട്ട് ആ കട്ടിലൊന്ന് ചാരി ഇരിക്കാൻ പോലും ഒരാളുടെ സഹായം ഇല്ലാണ്ട് പറ്റില്ല. അങ്ങനെ അലീന എങ്ങനെയൊക്കെ ഒന്ന് താങ്ങി രോഹിത്തിനെ ഒന്ന് പതുക്കെ എഴുന്നേൽപ്പിച്ചിട്ട് ആ കട്ടിലിൽ തന്നെ ചാരി ഇരുത്തിയിരിക്കുകയാണ്. ഇതേസമയം അലീന പറഞ്ഞ, മോനെ ഞാൻ കോരിത്തരാം, നീ ഒന്ന് കുടിക്കാവോടാ, നീ ആരോടാ ഈ വാശി കാണിക്കണേ, എന്നോടാണോ? എന്നോട് കാണിച്ചോ. പക്ഷെ ഞാൻ ഒരു കാര്യം നിന്നോട് പറഞ്ഞോട്ടെ, എന്തിനാ ഈ ദേഷ്യം കാണിക്കണേ? ആഹാരം ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ മോൻ അത് തട്ടിക്കളയണു, ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കണേ എന്നൊക്കെ അലീന പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും രോഹിത്തിൻ്റെ മനസ്സിലോട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല. രോഹിത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നില്ല. എന്നിട്ട് അലീന പറഞ്ഞു, ഞാൻ ഒരു സ്പൂൺ കോരി തരട്ടെ എന്നും പറഞ്ഞ് കോരി ഇങ്ങനെ കൊടുക്കണതും രോഹിത്ത് ആ സ്പൂണെ പടി അങ്ങ് തട്ടിക്ക് തെറിപ്പിക്കുകയാണ്. അലീനയ്ക്ക് അങ്ങ് സങ്കടമാവണം. അലീന പറഞ്ഞു, ഇക്കണക്കിന് പോയാൽ നിന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ട്രിപ്പ് ഇടേണ്ടി വരും എന്നുള്ള കാര്യം
കാര്യം ഉറപ്പാണ്. ഞാൻ തരുന്നത് കൊണ്ടാണോ നിനക്ക് ദേഷ്യം? നീ ആരോടാ ദേഷ്യം കാണിക്കുന്നത്? എന്നോടോ അതോ അച്ഛനോടോ അതോ ഞങ്ങളോട് എല്ലാവരോടോ? എന്തിനാ മോനെ ഈ ദേഷ്യം കാണിക്കണേ? നിനക്ക് വേണ്ടിയിട്ട് എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാവോ? നീ ജയിലിൽ കിടന്ന സമയം ഞങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ട്, മാനസികാവസ്ഥ, അതൊക്കെ നീ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും മോനെ. നിന്നോട് ആദ്യം മുതൽ തുടക്കം മുതൽ ഞങ്ങൾ എല്ലാവരും പറഞ്ഞു ഹരിയായിട്ടുള്ള കൂട്ടുകെട്ട് വേണ്ട മോനെ, അത് നല്ലതിനല്ല. പക്ഷെ നീ അതൊന്നും ഉൾക്കൊള്ളാൻ നിന്നില്ല. അപ്പോൾ അലീന ഒരു സോഫ്റ്റായിട്ട് മോനെ എന്നൊക്കെ വിളിച്ചാണ് പറയണത്. എന്നിട്ടും അലീനയുടെ കണ്ണ് നിറയണം കേട്ടോ. രോഹിത് ഈ ഫുഡ് ഇങ്ങനെ തട്ടി തട്ടി കളയണ കണ്ടിട്ട് കളഞ്ഞ സമയത്ത് അലീനയ്ക്ക് ഭയങ്കര വിഷമമാവേണ്. എൻ്റെ അലീന പറയുന്നുണ്ട്, നിനക്കറിയാവോ ആ ശരണ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഞാൻ ഓരോ പ്രാവശ്യവും ചെന്ന് കാണുന്ന സമയത്ത് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം അവൾ ജീവിതത്തിലോട്ട് കടന്നു വരുന്നതിനോടൊപ്പം നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ നിമിഷം മുതൽ ഞാൻ അതിലേക്ക് വേണ്ടി എത്രമാത്രം റിസ്ക് എടുത്താണ് ഞാനത് ചെയ്തതെന്നറിയാവോ? ആ കുട്ടിക്ക് അതിന് വേണ്ട മനസ്സ് തയ്യാറാക്കി ഞാൻ ആ ഒരു ആത്മധൈര്യം ഞാൻ ആ കുട്ടിക്ക് കൊടുത്തായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അലീന പറയണം. അപ്പോൾ ഇതൊക്കെ രോഹിത് ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. കാരണം ദേഷ്യപ്പെട്ടല്ല പറയണത്, മോനെ നീ ആരോടും വാശി കാണിക്കണ്ട, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്നാണെങ്കിൽ നിൻ്റെ അസുഖമൊക്കെ ഒന്ന് മാറി ഭേദമായിക്കോട്ടെ, ഞാൻ പൊക്കോളാം. അതുവരെയെങ്കിലും നീ ഞാൻ തരുന്ന ആഹാരം കഴിക്കും, പിന്നെ നീ വേണമെങ്കിൽ തട്ടിക്കളഞ്ഞോടാ പൊന്നു മോനെ, നിൻ്റെ ചേച്ചിയല്ലേടാ ഞാൻ. എന്നിട്ട് അലീന പറഞ്ഞു, നീ ആ വാശി എന്നോട് കാണിക്കല്ലേ, നീയും ഹരിയും കൂടെ ചേർന്ന് എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച സമയത്തും ഞാൻ ഒരക്ഷരം പോലീസിനോട് പോലും പറഞ്ഞില്ല. കാരണം നീ എൻ്റെ സ്വന്തം അനുജനാണ്, അതുകൊണ്ട് ഞാൻ അതൊക്കെ മറന്നു. അന്ന് വേണമെങ്കിൽ എനിക്ക് കേസ് കൊടുക്കാമായിരുന്നല്ലോ, പക്ഷെ ഞാൻ അതൊന്നും ചെയ്തില്ല. അതൊക്കെ പറയണ കേട്ടപ്പോൾ രോഹിത്തിൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറയണം കേട്ടോ. എന്നിട്ട് അലീന വീണ്ടും രോഹിത്തിൻ്റെ തലയിലൊക്കെ ഒന്ന് തലോടി, മോനെ ദേഷ്യം ഒന്നും വേണ്ടടാ, നീ എൻ്റെ അനുജനല്ലേ, നീ നല്ല കുട്ടിയായിട്ട് ജീവിതത്തിലോട്ട് തിരിച്ചു പാടാ മോനെ എന്നൊക്കെ പറഞ്ഞ് അലീന എത്രത്തോളം വിനയവും താഴ്ന്നു ആക്കാൻ പറ്റുമോ അത്രത്തോളം പറയണം കേട്ടോ. അപ്പോൾ രോഹിത്തിന് സത്യം പറഞ്ഞ അലീനയുടെ മുഖത്ത് നോക്കിയാൻ പോലും പറ്റുന്നില്ല. കാരണം കണ്ണുകളൊക്കെ നിറഞ്ഞു തുളുമ്പാണ്. എന്ന് വെച്ചാൽ രോഹിത് ഒരു നിമിഷം ചിന്തിക്കുകയാണ്, സ്വന്തം പെറ്റ അമ്മ വന്നിട്ട് എന്നെ ശാസിക്കുകയും വഴക്കു പറയും ചീത്ത പറയുകയൊക്കെ ചെയ്തു. എന്നാൽ താൻ അന്ന് പീഡിപ്പിക്കാനായിട്ട് ശ്രമിച്ച ആ ചേച്ചി അലീന തന്നെ ഇന്ന് തനിക്ക് ഒരു അമ്മയുടെ സ്നേഹം, ഒരു ചേച്ചിയുടെയൊക്കെ സ്നേഹം തരുന്നത്, ആ ഒരു ഫീലിങ്സ് രോഹിത്തിൻ്റെ ഉള്ളിലോട്ട് പെട്ടെന്ന് വരണം കേട്ടോ. അങ്ങനെ അലീന പതുക്കെ തലോടി കയ്യിലൊക്കെ പിടിച്ച് ചാരി ഇരുത്തിയിരിക്കുകയല്ലോ, കയ്യിലൊക്കെ പിടിച്ച് ആക്കിയിട്ട് അലീന പേടിച്ചിട്ടാണെങ്കിൽ അലീന പതുക്കെ സ്പൂണിൽ കഞ്ഞി കോരി കൊടുക്കുകയാണ് കേട്ടോ. ഭാഗ്യമെന്ന് പറയട്ടെ, രോഹിത് വാ തുറന്നു കേട്ടോ. അങ്ങനെ കഞ്ഞിയൊക്കെ കുടിപ്പിക്കുകയാണ്. കഞ്ഞിയെല്ലാം കുടിച്ച് വായൊക്കെ തുടച്ച് മാറ്റിയിട്ട് അലീന ആ മെഡിസിനൊക്കെ കൊടുക്കുകയാണ്, ആൻറ്റിബയോട്ടിക്കൊക്കെ. അലീനയ്ക്ക് വലിയ സന്തോഷമായി കേട്ടോ. അലീന കഞ്ഞിയെല്ലാം കൊടുത്ത് മരുന്നെല്ലാം കൊടുത്ത് രോഹിത്തിനെ കിടത്തിയിട്ട് അവിടെ നിന്ന് പോവാണ്. അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ നേരെ അടുക്കളയിൽ ചെല്ലുകയാണ്. ഈ അലീന ഇറങ്ങി പോണ സമയത്ത് നമ്മുടെ രോഹിത് മനസ്സുകൊണ്ട് കുറേ കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. തൻ്റെ അമ്മയുടെ സ്നേഹം, ഒരു ചേച്ചിയുടെ സ്നേഹം എല്ലാം താൻ അന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ച അവരിൽ നിന്ന് തന്നെ തനിക്ക് ഇപ്പോൾ കിട്ടി. തൻ്റെ ഈ ഒരു അവസ്ഥയിൽ ആ ഒരു സാമീപ്യവും സ്നേഹവുമാണ് തനിക്കിപ്പോൾ കിട്ടിയത് എന്നൊക്കെയുള്ള കുറ്റബോധം കൊണ്ട് രോഹിത് കരയായിരുന്നു കേട്ടോ. ഇതേ സമയം അലീന അടുക്കളയിൽ ചെന്നു. അപ്പോഴേക്കും കൃഷ്ണമോൾ വന്നു. ചേച്ചി പതിവ് പോലെ തന്നെ രോഹിത്തേട്ട എന്തെങ്കിലും കുടിച്ചോ ചേച്ചി? അപ്പോൾ അലീന നമ്മുടെ കൃഷ്ണമോളെ അങ്ങ് കെട്ടിപ്പിടിക്കാൻ കേട്ടോ. കെട്ടിപ്പിടിച്ചിട്ട് അലീന പറഞ്ഞു, കുടിച്ചുടി മോളെ, അവൻ കഞ്ഞി കുടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണമോൾ ശരിക്കും കുടിച്ചോ ചേച്ചി? ആ കുടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണമുഖം ഭയങ്കര സന്തോഷമാവേണ്. അവനെ നമുക്ക് ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും മോളെ, ഉറപ്പാ. അവനെ പാവ, എൻ്റെ അനുജനല്ലേ അവനെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഇതേ സമയം കൃഷ്ണമോൾ ഓടിച്ചെന്ന് ബാലചന്ദ്രൻ്റെ അടുത്ത് പറയണം, അച്ഛാ രോഹിത്തേട്ടൻ കഞ്ഞിയൊക്കെ കുടിച്ചു അച്ഛാ, ഇപ്പോൾ അലീന ചേച്ചി കോരി കൊടുത്ത കഞ്ഞി മുഴുവനും കുടിച്ചു എന്നൊക്കെ പറയണം. അപ്പം ബാലചന്ദ്രനും ഭയങ്കര സന്തോഷമായി. അങ്ങനെ ബാലചന്ദ്രൻ അലീനയുടെ അടുത്ത് ചെന്നിട്ട് ചേർത്ത് പിടിക്കുകയാണ്. എനിക്ക് ഉറപ്പാൻ മോളെ, നിനക്ക് അവനെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ള കാര്യം ഉറപ്പാണ്. എനിക്കറിയാം നീ അവന് വേണ്ടി ജയിലിൽ നിന്ന് അവന് ജാമ്യം കിട്ടാൻ വേണ്ടി അത്രയും റിസ്ക് എടുത്ത് ശ്രമിച്ച നീ അവനെ ജീവിതത്തിലോട്ടും കൊണ്ടുവരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അലീനയോട് നന്ദി വാക്കുപോലെ അലീനയെ ചേർത്ത് നിർത്തിക്കൊണ്ട് ബാലചന്ദ്രൻ പറയണം കേട്ടോ. ഇതേ സമയം ഇതെല്ലാം നമ്മുടെ വൈജയന്തി നിന്ന് കേൾക്കുകയാണ്. എന്ന് വെച്ചാൽ അലീനയ്ക്ക് അത്രയും ഒരു അപ്പം വൈജയന്തി ചിന്തിക്കുന്നുണ്ട് കേട്ടോ.
രോഹിത്തിൻ്റെ അടുത്ത് താൻ ചെന്നിട്ട് പോലും അവൻ ഒന്ന് മുഖത്ത് പോലും നോക്കിയില്ല. പക്ഷേ അലീനയോട് ഇത്രയും ഇമ്പമായി വന്നല്ലോ എന്നുള്ള ഒരു ഇത് അവൾ എല്ലാവരെയും കയ്യിലെടുത്തു. എനിക്ക് എൻ്റെ മക്കളും കൂടപ്പിറപ്പുകളും എല്ലാം നഷ്ടമായി, എൻ്റെ ഭർത്താവും വീടും എല്ലാം നഷ്ടമായി എന്നുള്ളൊരു കുറ്റബോധം ആ ഒരു സങ്കടമൊക്കെ വൈജയന്തിയുടെ ഉള്ളിൽ കടന്നു വരികയാണ്. ഇനിയിപ്പോൾ വൈജയന്തി ഇത് മുതലെടുത്ത് അലീനയുടെ കൂടെ ദേഷ്യം കാണിക്കാൻ നിൽക്കുമോ അതോ കുടുംബത്തിനോടൊപ്പം നിൽക്കുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷേ എന്തായാലും വൈജയന്തിക്ക് ദേഷ്യം അങ്ങ് ഇരട്ടിക്കുകയാണ്. ആരൊക്കെ ഇല്ലെങ്കിലും താൻ എടുത്ത തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ വൈജയന്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെയാണ് വരുന്നത് കേട്ടോ. പക്ഷേ അലീന ഇനി രോഹിത്തിനെ തൻ്റെ ജീവിതത്തിൽ തൻ്റെ അനുജനെ നല്ലൊരു ജീവിതത്തിലേക്കൊരു നല്ലൊരു മനുഷ്യനായിട്ട് തന്നെ അലീന തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതിനുവേണ്ടി അലീന എത്ര റിസ്ക് ഇപ്പോൾ വൈജയന്തിയുടെ വായിരിക്കുന്ന കേട്ടിരുന്നാലും ശരി, അലീന അതിനു വേണ്ടി നല്ലൊരു റിസ്ക് തന്നെയാണ് അലീന എടുക്കുന്നത്. അപ്പോൾ എന്തായാലും മഴതോറും മുമ്പേ സീരിയലിൻ്റെ ഈ ഒരു സീനൊക്കെ ഇനി ഏതെല്ലാം രീതിയിൽ പോകുമെന്നും പുതുതായിട്ട് വരുന്ന വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.